ആ ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവ ഇങ്ങനെയാ പോയേണ്ടത്. പിന്നെ അത് കൊള്ളാം. ഇതുണ്ടോ ക്രോക്കഡൈൽ? എന്തോ ഇതുപോലെ ചെയ്താലോ? സ്നേക്കിന് വെച്ചാൽ ഞാൻ പടമാവും. വാവ്, രണ്ട് കൈ ഇങ്ങനെ ഫ്രണ്ടിൽ കാണിച്ചിട്ട് കാണിക്കണേ. എക്സ്പ്രഷൻ ഇട്ടോ, ചിരിച്ചേ. ഇതാണ് മുട്ടയപ്പം. ലുക്കിംഗ് നൈസ്. മുട്ടയപ്പം ഈസ് മോസ്റ്റ് റെക്കമെൻഡഡ് സാധനം ഇൻ റിവർ വ്യൂ. ലെറ്റ്സ് ഡൈൻ. ഹലോ ഗായ്സ്, എന്താ ഇന്നത്തെ പരിപാടി? നമുക്ക് ഇന്ന് പരിപാടിയാണോ? സ്പെഷ്യലാണ്. ഇതാണ് നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള ലാസ്റ്റ് വ്ലോഗ് അല്ലേ? ഇനി നമ്മൾ കല്യാണത്തിന്റെ വ്ലോഗോ അല്ലെങ്കിൽ കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള വ്ലോഗിലായിരിക്കും നിങ്ങൾ നമ്മളെ കാണുന്നത്. കപ്പിളായിട്ടാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അല്ലേ? ഇത്ര ദിവസം ബാച്ചുലർ ലൈഫ്, ഇത്ര ദിവസം നമ്മൾ ബാച്ചുലറായിട്ട് കുറച്ച് വ്ലോഗ് എടുത്തോണ്ടിരുന്നു. ഇനി നമ്മൾ ബാച്ചുലർ ലൈഫ് ആണോ? വിഷമമുണ്ടോ? എന്താ ബാച്ചുലർ ലൈഫ് മിസ് ചെയ്യുന്ന പറയാ? ഓ എന്തല്ലേ ബാച്ചുലർ ലൈഫ് മിസ് ചെയ്യാൻ പോകുന്ന? കുഴപ്പമില്ല, നല്ലതാ. വേറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ, വൈബാവണ്ടേ? ഇതൊക്കെയാണ് നമുക്ക് അന്ന് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്ളോഗൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത്. സോ ഇതാണ് നമ്മളെ ലാസ്റ്റ് വ്ളോഗ് ആസ് എ ബാച്ചുലേഴ്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവളുടെ പരിപാടി. നമ്മൾ കല്യാണം ആയത് കുറേ പരിപാടി ഉണ്ടാവുമല്ലോ, അപ്പൊ കുറച്ച് തിരക്കാണ്. അപ്പൊ അതേപോലെ ഇന്ന് ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ പോവാ. നെയിൽ ആർട്ടാണോ? നെയിൽ ആർട്ട്. ഓ, എന്താ ചെയ്യാ നെയിലപ്പോ? നെയില് ഐ ഡോണ്ട് നോ, എനിക്ക് തിയററ്റിക്കലി അത് പറയാൻ അറിയില്ല. ഓക്കെ, ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നെയിൽ ആർട്ടില്. ഞാനത് ഓർത്തത് ഇവര് നെയിൽ ആർട്ട് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള നെയിലാണ് ഇവര് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓൾറെഡി നമുക്ക് നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ലെങ്തി നെയിൽ ആണെങ്കിൽ നമുക്ക് നമ്മളെ നെയില് തന്നെ പറയാം. ചിലവര് ഇത് അല്ലാതെ വേറെ എക്സ്ട്രാ വെക്കും. അപ്പൊ അങ്ങനത്തെ ഇവളുടെ ലെങ്തി ഒന്നും അല്ലേ? എന്റേത് ചെറുതാ, ഞാൻ അങ്ങനെ ലെങ്തി ചെയ്യാറില്ല. അത് കട്ട് ചെയ്യാൻ സമയം കിട്ടാത്തോണ്ട് മാത്രം ഇത്ര ആയത്. എക്സ്ട്രാ പിടിപ്പിക്കാൻ പോകുന്നല്ലേ? എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ട് ആർട്ടൊക്കെ നമ്മളെ നെയിൽ ആർട്ടും അതിന്റെ ഒരു കളറും കളറ് നമ്മളെ കോസ്റ്റ്യൂമിന്റെ കളറിന് മാച്ച് ആവുന്ന പോലത്തെ ഒരു കളറിലൊക്കെ നെയിൽ ആർട്ട് ചെയ്തിട്ട് വരാം. അതെ, അപ്പൊ അങ്ങനെ പോയിട്ട് അതാണ് ഇന്ന് നമ്മുടെ പ്ലാൻ. എന്താ നീ മെലിഞ്ഞല്ലോ, ലുക്കായല്ലോ. ഞാൻ ഡയറ്റിലാണോ? ഓഹോ, വെയിറ്റ് ലോസ് ഡയറ്റ് ആണ്. എന്തല്ലേ ഞാൻ വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യില്ല, പക്ഷെ ഒരു ഗെയിനില്ല. ഞാൻ ഗെയിനിലും നീ ലോസിലുള്ള പോലെ കാണാനായിട്ട്. അതെ, നിനക്കല്ല, നീ വെയിറ്റ് പറഞ്ഞു. നീ വെയിറ്റ് പറഞ്ഞു. ഓക്കെ, എന്നാ ശരി, നമുക്ക് പോവല്ലേ? ഓക്കെ, നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് കാണാം ബാക്കിയുള്ളതൊക്കെ. നല്ല ഇന്ന് നെയിൽ ആർട്ട് ഇങ്ങനെ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് നെയിൽ ആർട്ട് കാണാൻ പോകുന്നത്, ചെയ്യുന്നത്. ഞാൻ ഇത്ര ദിവസം വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എക്സൈറ്റഡ് ഒന്നും അല്ല, പോയി നോക്കാം. എന്താ എന്നെ വീഡിയോ എടുക്കുവാണോ? അതെ, ചോദിക്കണ്ടേ, പറയണ്ടേ? വീഡിയോ എടുത്തോട്ടെ ചേട്ടാ? അതെ, എടുത്തോട്ടെ. എന്താ നീ എന്തെങ്കിലും ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ടോ നെയിൽ ആർട്ടിൽ? ഞാൻ നോക്കി വെച്ചിട്ടുണ്ടോ? പവർ ആവോ? കത്തുവോ? കത്താ എന്ത്, കുഞ്ഞു നെയിൽസ് അല്ലേ, ഒരു 4-5-10 നെയിൽസ് അല്ലേ? കളർഫുൾ കോൺസെപ്റ്റ് അല്ല, നമ്മളെ കോസ്റ്റ്യൂമിന്റെ വൈബിന് ചേരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ ചെയ്യാൻ പോകുന്നത് നെയിൽ ആർട്ട്. പണ്ട് ഞാൻ തന്നെ എന്റെ കയ്യിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ നെയിൽ പോളിഷ് സാധനങ്ങളോട്. അപ്പൊ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് ഈ നെയിൽ പോളിഷിനൊക്കെ ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കുറെ കളേഴ്സ് ഉണ്ടാവും, അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സോറി, എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ, ആ ഒരു ടൈമില്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിച്ച് കോളേജ് മിഡൊക്കെ ആയ സമയത്ത് ഞാൻ നെയിൽ പോളിഷ് വെറുത്തു. നമ്മളൊരു സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്തോണ്ടിരിക്കാൻ നമുക്ക് വെറുക്കും. വേറെ എന്തെങ്കിലും പിന്നെ ഞാൻ ഒറ്റ നെയിൽ പോളിഷും വാങ്ങില്ല. ഒറ്റ നെയിൽ പോളിഷും വാങ്ങില്ല, എന്റെ അടുത്ത് ഒട്ടും ഇല്ല. ലൈക്ക്
പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തതാ. അത് കഴിഞ്ഞ് ഞാൻ അത് വിട്ടു. ഇപ്പോഴാണ് നമ്മൾ കല്യാണത്തിനാണ് നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്ന കല്യാണത്തിന് ഈ ഇടയ്ക്ക് ഞാൻ നെയിൽ പോളിഷ് റീസ്റ്റാർട്ട് ചെയ്തു, യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷെ എന്നാലും നെയിൽ നല്ല നീട്ടി വളർത്താലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. നീ ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടും. പിന്നെ എന്തിനാ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് ലെങ്ത് ഇഷ്ടമല്ല, അത് എവിടെയെങ്കിലും ഒക്കെ തട്ടും. വേറെ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ IT-ലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ നെയില് കൂടുതൽ വളർത്തി കഴിഞ്ഞാൽ പിന്നെ ലാപ്പിൽ നിങ്ങൾ കിടന്ന് തട്ടാൻ പറ്റത്തില്ല. നെയിലെത്തുള്ളൂ, അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ PUBG ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നമായിരുന്നു. PUBG ഗെയിമും മറ്റേ പെസ് കളിക്കുമ്പോൾ നമുക്ക് നെയില് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് എല്ലാം കഷ്ടപ്പാടാ, ഇതൊക്കെ പറയണ്ടേ? അതാണ് നമ്മളൊരു 10 മിനിറ്റേ ഉള്ളൂ. നമ്മൾ കാക്കനാട് ഇവിടെ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ആക്കാം. നമ്മൾ കൊറേ നോക്കിയായിരുന്നു, 2-3 നോക്കി. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തത് ഇന്നലെ വിളിച്ച് ക്യാൻസൽ ആയി രാത്രി. അവരേലുള്ള സാധനം എന്തോ പ്രശ്നമുണ്ട്, ഇത് വെക്കുന്ന എന്തോ സാധനത്തിന് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് പ്രൊഡക്റ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പെർമനന്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വൈകിട്ട് ഒരു 7 ഒക്കെ ആയപ്പോ ഞാൻ വേറെ വിളിച്ച് സെറ്റ് ചെയ്തതാ. ഒരു 3-4 എണ്ണം കൂടെ വിളിച്ചു. ഫൈനലി അടുത്തുള്ള ഒരു സ്ഥലം കിട്ടി. എന്നിട്ട് അവിടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ പോയിട്ട് നമുക്ക് നെയിൽ ആർട്ടൊക്കെ ചെയ്ത് വൈബാക്കാം ഇന്നത്തെ ദിവസം. ഇനി നമ്മളവിടെ പോയിട്ട് കാണിക്കാം. അതെ, എന്താ പറഞ്ഞേ? ഇതിന് കുറച്ച് കൂടുന്നുണ്ട്. എനിക്കോ? എന്ത് ഡാൻസ് സെറ്റ് ചെയ്യുന്നുണ്ട് വെഡിങ്ങിന്റെ അന്ന്. അതെ, നമുക്ക് വേറെ കുറച്ച് പരിപാടി കൊണ്ട് വെഡിങ്ങിന് നമ്മൾ ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഇന്ന് ഉണ്ടാവും തോന്നുന്നു. അപ്പൊ നമുക്ക് മാക്സിമം അതൊക്കെ പറ്റും. 1 ഡേ പ്രാക്ടീസ് ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞ അതല്ല, ഇവന് കുറച്ച് കൂടുന്നുണ്ട്. ഇവനെ കളിപ്പിക്കുന്നത് ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയ്ക്ക്, കല്യാണത്തിന്റെ അന്ന് ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് നല്ലോണം ഞാൻ ഇവന് കൊടുക്കുവോ? അത്രയ്ക്ക് വലിയ ആളായോ? എന്നാ കാണാം. നിന്റെ അച്ഛനമ്മ എല്ലാരും ഉണ്ടാവും. സ്റ്റെപ്പാന്നാ? ആണോ? ആഹാ, കാണാട്ടാ. അതേപോലെ തിരിച്ച് ഞാനും തരും. അത് കൊഴപ്പില്ല, ഞാൻ അതല്ലാണ്ട് പുറത്ത് വന്നിട്ട് തരും. ആര് കാണാണ്ട്. ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഫിംഗർ ടിപ്സ്. നമ്മൾ മാവേലിപുരം ഫിംഗർ ടിപ്സ് നെയിൽ ആർട്ടിലാണ് വന്നേക്കുന്നത്. വഴി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് എന്നെ നോക്കല്ല, എന്നെ ആരാ നോക്കാൻ പറഞ്ഞ? കാഷ്വൽ ആയിട്ട് ഇരിക്കാനാ പറഞ്ഞ. അയ്യോ, ഹാപ്പി പ്ലേസ് ആണല്ലോ അത് എന്റെ ബാക്കില്. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, ഓയിലധികം യൂസ് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്തേക്ക് പോക്കറ്റിനകത്ത് അധികം ഫ്രീക്വന്റ്ലി ഫ്രിക്ഷൻ കൂടെ കൈയുള്ളിലുള്ളതായിട്ട് എടുക്കാൻ പാടില്ല. ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ സ്റ്റെയറിനെ ഹിറ്റ് ചെയ്യാതെ സൂക്ഷിക്കും. പിന്നെ ഇത്രയും ലൈറ്റ് കളർ ചൂസ് ചെയ്യുന്നതുകൊണ്ട് ടേമറിക് സ്റ്റെയിൻ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മള് ഏതാ നീ ഇതോ കാണിച്ചേ? ഇതാണ് നമ്മൾ റെഫറൻസ് വെച്ചത്. ഇതേപോലെ നമുക്ക് വരുമോ നോക്കാം. 2 കയ്യിലും ചെയ്യുന്നുണ്ടോ? അപ്പൊ ഫുഡ് എങ്ങനെ കഴിക്കും? അതാ ഞാൻ ഓർത്ത് നീ 1 കയ്യിലേ ചെയ്യുന്നുള്ളൂ. ഞാനോ? എനിക്കൊന്നും വേണ്ട. എന്റെ നെയിലൊക്കെ ഭയങ്കര ക്യൂട്ടാ. കാണണ്ട. ആണോ? ഓക്കെ, അടുത്ത കാണിക്ക്. ഇതിപ്പോ എന്താ ചെയ്ത? അവര് ക്ലീൻ ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നോ നീ ചെയ്തിട്ടുണ്ടായത്? ഒരു പച്ച കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതങ്ങനെ വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത് അല്ലേ? ബേസാ? ഇതാ നിന്റെ നെയിലിന്റെ കറക്റ്റ് ബേസ് എന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെ കട്ട് ചെയ്യാൻ നല്ല രസമുണ്ടല്ലോ. നീ ഇങ്ങനെ ചെയ്യാറില്ലല്ലേ? ഊള കട്ടിങ്ങായിരിക്കും. എന്താ ഇങ്ങനെ ഇരിക്കുന്ന? ഇത് എത്ര സമയം എടുക്കും അറിയാം? 2 hours പറഞ്ഞായിരുന്നു. ചോദിക്കാം. 2 hours എടുക്കും ഇത്.
നമ്മൾ ഒരുപാട് സ്പീഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് കുറയും. മര്യാദയ്ക്ക് പ്രോപ്പർ ബഫ് ചെയ്ത് ഇങ്ങനെ എത്ര നേരം എക്സ്റ്റൻഷൻ എത്ര നേരം മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അത് ഒടുങ്ങി പോകും. കംപ്ലീറ്റ് ചെയ്ത് ആണ് പുതിയ നെയ്യ്. അതെ എന്തത് പ്രേതത്തിന്റെ കൈ പോലെ ഉണ്ടല്ലോ. നീ നീലിനെ പോലെ ഉണ്ടോ? അതെ എന്റെ കണ്ണ് ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ പ്രേതത്തിനെ പോലെ ആക്ട് ചെയ്തേ. പല്ല് ചോരയൊക്കെ സൈഡില് ചോരയൊക്കെ വെച്ച് ഇതിന്ന് രണ്ടെണ്ണത്ത് പല്ല് വെച്ച് സൂപ്പർ ആയിരിക്കും. നല്ല നീലിലും ഒരു കൈയില് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ശരിയല്ലേ, ദിഗംബറിന്റെ കൈ ഇങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ഓർത്തത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ. നല്ലതാണ് എല്ലാം. ഓ ക്രിസ്മസിനല്ലേ സ്പൈഡർ. ഓ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഇത് മറ്റേ ഹാലോവിൻ അതുപോലത്തെ പരിപാടിക്ക് ഇങ്ങനത്തെ. ഓ ഓ ജോ ഓ സ്നേക്ക് സീൻ. കിഡ്സിനൊക്കെ വേണ്ടിട്ട് ഓണത്തിന്റെ ഹിറ്റാണ് നമ്മുടെ പേജിലുണ്ട്. റിലീജിയസ് എല്ലാം ഇതെല്ലാം എന്റെ സ്കെച്ചിങ്സ് ആണ്. സ്റ്റാഫിന്റെ ആണ്. കൃഷ്ണൻ നോട്ടില്ലേ, ഒറിജിനൽ നോട്ടൊക്കെ അരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസൈൻസ് എല്ലാരും ഇവരുടെ കഴിവ് തെളിയിക്കാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിക്ക് ഓരോ ടൈപ്പ്. നമ്മുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ ഓരോന്ന് എന്റെ വരലിൽ കാണും. ഈ പുള്ളി 3D സ്പെഷ്യലിസ്റ്റ് ആണ്. ക്രോക്കഡൈൽ. നിന്റെ കയ്യിൽ സ്നേക്കിനെ വെച്ചിട്ട് വേണ്ട, എനിക്കുണ്ട് ക്രോക്കഡൈൽ. എന്തോ ഇതാണ് ഇവര് ചെയ്ത ഒരു ആർട്ട്. ക്രോക്കഡൈൽ പോലെ സ്നെയിലുണ്ട്. നല്ല രസമുണ്ടല്ലേ ഇത് ചെയ്തേക്കുന്നത്. എന്നാലും നല്ല ഒരു സ്നെയില് ഇതുപോലെ ചെയ്താലോ? സ്നേക്കിനെ വെച്ചാൽ ഞാൻ പടമാവും. ഉറങ്ങൂലെന്നല്ല, ഞാൻ ഓടും. എനിക്ക് സ്നേക്കിന് അലർജിയാണ്. അല്ലാതെ എനിക്ക് സ്നേക്കിനെ പേടിയല്ല. തുമ്മൊന്നുമല്ല, അതിന്റെ ഒരു എന്താ പറയാ ടെക്സ്ചറോ, അതിന്റെ ഒരു ബോണില്ലല്ലോ അതിന്. ഇങ്ങനെയല്ലേ പോകുന്നത്. എന്ത് ബോണ്? ആ ബോണൊന്നുമില്ല. എന്തോ എനിക്കത് ഇഷ്ടമില്ല ആ സാധനത്തിന്. അടുത്തത് ഓഹോ സ്നേക്ക്. സ്നേക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് സ്നേക്ക്. ആണോ? ഓ പല്ലിയുടെ തല. കണ്ണ്. ഇതൊക്കെ നിങ്ങൾ ആർട്ട് ചെയ്തെടുത്തല്ലേ ഇങ്ങനെ? പെയിന്റ് ചെയ്യും. ഓ കണ്ണ്. ഇതെല്ലാം ഓരോ കയ്യിൽ വെച്ചിട്ട് നീ രാത്രി. ഇതാരാ ചെയ്തത് അപ്പൊ? ഉണ്ടായിരുന്നോ? കുറച്ചേക്കാണോ? എന്താ ഒരു കൈ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ? ഓ കളർഫുൾ ആയല്ലോ. ഇതേതാ കളറ്? ഇതൊരു റോസ് അല്ലേ, ലൈറ്റ് പിങ്ക്. ഇതിന്റെ അകത്തായിരിക്കല്ലേ നീ ആർട്ട് ചെയ്യുന്നത്? അതെന്ന് തോന്നുന്നു. ഒന്നും അറിയില്ലല്ലേ. പാവം വെച്ച് കുറെ നേരമായിട്ട് കൈയും വെച്ചിരിക്കുന്നുണ്ട്. വിശക്കുന്നില്ലേ? എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. കുഴപ്പമില്ല, നോക്കാം. കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോവാം. 2 മിനിറ്റ് കഴിഞ്ഞ് പോവാം. കുറച്ച് AC ഞാൻ കുറച്ചു നേരം പുറത്തുനിന്നില്ലേ, ചൂടെടുത്തു. കുറച്ചു നേരം AC ഇരിക്കട്ടെ. അതെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോ. ഇവർക്ക് ഈ സീറ്റ് ഇങ്ങനെ കുഷൻ പോലെ ബാക്കിലേക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കൈ എടുത്ത് കൊടുക്കും. അതെ, നെയില് സെറ്റായാലോ? കഴിയാറായാ?
ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതെന്താ വെച്ചേക്കുന്നത്? ഇതിൻ്റെ അകത്താണോ ചൂടാക്കാർ ഹീറ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നല്ലേ? അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുറച്ച് സമയം എടുത്താലും കണ്ടു വെക്കില്ലേ അതിന് പകരം. അതെ, കളർഫുൾ ആയിട്ടുണ്ട്, നല്ല ഡിസൈൻ. കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഏതിലാണ്? ലെഫ്റ്റ് ഹാൻഡിലാണോ റൈറ്റ് ഹാൻഡിലാണോ? രണ്ട് ഹാൻഡിലുണ്ടോ? ഓരോ ഫിംഗറിൽ മാത്രമേ. ഓ ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഫുള്ള് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു തരണേ. വാവ്, എങ്ങനെ കാണിക്കണേ? നമ്മളിപ്പോൾ ഇത് പണി തുടങ്ങിയിട്ട് ഒരു 2 hours ആയോ? നമ്മളൊരു 10:40 തുടങ്ങി. 11 ആയി, 12:30 ആയി. 1.5 മണിക്കൂറായി ഓൾമോസ്റ്റ്. ഇപ്പം ഇത് ഓൾമോസ്റ്റ് കഴിയാറായി. എന്താ വെച്ചാൽ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് 2.5 മണിക്കൂർ ആവുന്ന. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 1 hour കൂടെ ഉണ്ട്. അപ്പം ഞാൻ കഴിക്കാണ്ടിരിക്കേണ്ടി വരും. എനിക്ക് വിശക്കുന്നു. കുറച്ച് ടൈം എടുത്ത് ചെയ്താലാണ് ശരിയാവുള്ളൂ എന്ന് അവർ ആദ്യമേ പറഞ്ഞത്. ശരിയാണ്. ആളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഇനി എത്ര സമയം എടുക്കുമെന്ന്. എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കേണ്ടത്? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്? ഹിന്ദിയിൽ ഹിന്ദി കിतना समय ബാക്കി? ഹാഫ് ആൻ അവർ. ഇനി ഒരു ഹാഫ് ആൻ അവർ എടുക്കുമെന്ന് പറഞ്ഞത്. ഒരു 1 മണി. കുഴപ്പമില്ല. എനിക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും കുടിച്ചാൽ മതി. ഞാൻ വെള്ളം കുടിക്കാം. വെള്ളം നീ പോയിട്ട് കഴിച്ചിട്ട് അടുത്ത് തന്നെ ഉണ്ടല്ലോ. ആണോ? ഞാൻ നോക്കട്ടെ. അതെ, ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ. ചായയോ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. എനിക്ക് വിശക്കുന്നേ. നീ ഇവിടെ ഇരുന്നോട്ടാ. പോവാണേ, ബൈ. ഞാൻ പോയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. എനിക്ക് കുറേ നേരമായിട്ട് നല്ല വിശപ്പാണ്. കൊള്ളാം ഡി, നല്ല വണ്ടി. ആരാത്? ഇവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്, ഹയാൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അവിടെ ഫ്രണ്ടിലൊരു ചായ, ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അതാണ് നമുക്ക് അവിടെ നിന്ന് കുടിക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. നമുക്കല്ല, എനിക്ക്. നമുക്ക് പറഞ്ഞിട്ട് അവളില്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നല്ല വെയിലാണ്. ഇങ്ങനെ വെയിൽ സ്ലീവ്ലെസ് ഇട്ട് പോകുന്നത് ഉമ്മേ ജിമ്മിൽ പോയിട്ട് പോകുന്നതായിരിക്കും. ആദ്യമായിട്ട് ഷാർജ ഷേക്കിൽ ഇങ്ങനെ കോണൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം വെച്ചിട്ട് ഇവരെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. എന്തായാലും അത് ഹെവി ആയിപ്പോയി. ഞാൻ അകത്തുള്ള ഷേക്ക് മാത്രം കുടിക്കാമെന്ന് ഓർത്ത് ഐസ്ക്രീം കഴിക്കാണ്ട്. ഞാനൊരു ഷാർജ ഷേക്ക് കുടിച്ചു. എന്നിട്ട് വയറൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് അത് ഓക്കെ ആയിരിക്കും. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളൂ. ആ ഷാർജ ഷേക്കിൽ നല്ല ഐസ്ക്രീം ഇട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഐസ്ക്രീം എടുത്ത് ഞാൻ കളഞ്ഞു. എന്നിട്ട് ആ ഷേക്ക് മാത്രം കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്നാലും സെറ്റായിട്ടുണ്ട്. ഇനി ഇവളുടെ പരിപാടി എന്തായാലും ഒരു ഹാഫ് ആൻ അവറിൽ തീരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ അതാണ് പാവം. അവൾ വിശന്നിരിക്കുന്നുണ്ട്. അവൾക്ക് കഴിക്കാനും പറ്റൂല. വാങ്ങിയിട്ട് പോയിട്ട് കാര്യവുമില്ല. കഴിക്കാൻ പറ്റൂല അവിടെ ഇരുന്നിട്ട്. എന്തായാലും തീരും പണി പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് കഴിക്കാറിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറട്ടെ. എന്താ ഈ അവസ്ഥ? ചേഞ്ച് ഉണ്ട്. വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇതൊക്കെ സെറ്റായാലോ? ഓ, എന്താ കാണുന്നില്ല? കാണുന്നുണ്ട്. ആഹാ, കൊള്ളാലോ. കളറായല്ലോ. ആക്ഷൻ കാണിക്കണോ? കൊള്ളാം, നല്ല രസമുണ്ട്. വാവ്, 2 കൈ ഇങ്ങനെ ഫ്രണ്ടിൽ കാണിച്ചിട്ട് കാണിക്കണേ. കൈ കഴിഞ്ഞിട്ടില്ല. ഈ കൈ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഉറക്കം വരുന്നില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളൊരു സമയം എത്ര? 12:30. 1 ആയി. ഓക്കെ, അപ്പം നമ്മളൊരു 11, 12, 2 മണിക്കൂറായി. 2.25 മണിക്കൂറായി. ഓക്കെ, അവർ പറഞ്ഞ പോലെ ഒരു 2.5 hours കറക്റ്റാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല സെറ്റായിട്ടുണ്ട്. ഒരു കൈ സെറ്റായിട്ടോ. എന്തേ? അതെ, നല്ലതായിരിക്കും. ഓക്കെ, നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് അല്ലേ? My nails. അതെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം. എന്താ കഴിഞ്ഞോ?
Look at my nails. ഒരു ക്യൂട്ട് ബേബി പിങ്ക് കളറൊക്കെ. എക്സ്പ്രഷൻ ഇട്ടണം. എക്സ്പ്രഷൻ ഇട്ടോ. ചിരിച്ചേ. പോലെ ഇപ്പൊ പോവല്ലേ? ഫോൺ തന്നാ പേയ്മെന്റ്. ഓഹോ, നീ നോക്കി യൂസ് ചെയ്യണം ഫോണൊക്കെ. കുറച്ച് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാം. അതെ, നീ റെഡ് കളറിൽ. ഓഹോ, വലിയ ഷോ ഒക്കെ ആണല്ലോ. പോവാം. ഇതിന്റെ കളർ ഷെയ്ഡാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ ഫേസിൽ കളർ. നല്ല രസമുണ്ട് പിങ്ക് കളർ. ആ, അപ്പൊ ഞാനും പിങ്ക് കളറിൽ നിന്നോട്ടെ കുറച്ചു നേരം. പോവാം. ഓക്കെ, നമ്മളപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഷോ ഉണ്ടാവും കേട്ടോ. അതെ, കുറച്ച് ഷോ വേറൊന്നും കൊണ്ടല്ല, ഇതിങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പൊ ഞാൻ ചിലപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇങ്ങനെ വെക്കാൻ പറ്റാത്തോണ്ടാ. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അല്ല, ഇങ്ങനെ വെക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ടാ. കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യണം. അതിന്റെ ഒരു ചെറിയ ഷോ ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം. ഓക്കെ, അപ്പൊ പോവല്ലേ? പോയിട്ട് ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി സെറ്റ് ചെയ്യാം. അടുത്തൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഞാനതല്ല ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഹെയർ വാഷ് ഒക്കെ ചെയ്യണമെങ്കിൽ പിന്നെ ഓയില് കൂടുതൽ കയ്യിലാക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ, എന്തൊരു സാധനം വൈപ്പ് വാങ്ങാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ നിന്ന്. വാങ്ങിക്കോ. വൈപ്പും കൂടെ വാങ്ങിട്ട് പോവാം. ഓയില് കയ്യിലാക്കാൻ പറ്റില്ല. അപ്പൊ കുളിക്കണമെങ്കിൽ ഞാനിനി ഇവിടെ കുളിക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നെയിൽ ആർട്ട് ഇഷ്ടപ്പെട്ടോ? അതി നെയിൽ ആർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഈ കോസ്റ്റ്യൂമിന്റെ കൂടെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് ചേരുന്നില്ലെന്നൊക്കെ. മേ ബി ബിക്കോസ് ഇത് ഇതിന്റെ കൂടെ പോണ്ടതല്ല, നമ്മുടെ വെഡിങ്ങിന് വേണ്ടി ആർട്ട് കോസ്റ്റ്യൂമിന്റെ കൂടെ പോകേണ്ട ഒരു ഡിസൈനാണ്. ഇൻഫർമേഷൻ. സോ അതിനു വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് ഹൈപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ്. ഈ സിഗ്നലാണ് ആകെ 10 സെക്കൻഡ് കിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഓഫ് ആയെന്ന് ജസ്റ്റ് മിസ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞു. നമ്മള് 10:30 പോയതാ. ഇപ്പൊ ഒരു 1:25 അപ്പൊ നമ്മള് നേരെ ഇവന്റെ വീട്ടിൽ മമ്മി ഫുഡാക്കി വെച്ചിട്ടുണ്ട്. അത് പോയി കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ, അതുവരെ ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പൊ നമ്മള് ലഞ്ച് ബ്രേക്ക് എന്താക്കി വെച്ചെന്നാ? ഫുഡ് എന്താ? ചോറും ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ടോന്ന് അറിയില്ല. ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ചോറ് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. മീൻകറി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആണോ? മീൻകറി ഉണ്ടാവും. എനിക്ക് ഏതെങ്കിലും ഒരു കറി മതി. എല്ലാ കറിയും ഉണ്ടാവും. എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. അത് പോയി കഴിച്ചിട്ട് നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുക്കാം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഓക്കെ, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്യൂം ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ ഒരു ഷോർട്ട് ബ്രേക്ക്. പേടിച്ചോയാ? നമ്മള് തിരിച്ചു വന്നു. ഒരാളെ കിട്ടിയിട്ടുണ്ട്. കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മള് ലഞ്ച് കഴിഞ്ഞു. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തിട്ട് ഇനി നമ്മള് പറഞ്ഞ സാധനം ഡാൻസ് പ്രാക്ടീസ്. ഇപ്പൊ ഡാൻസ് പ്രാക്ടീസിന് നവ്യ എത്തി. ഇനി പിള്ളേരൊക്കെ വന്നോണ്ടിരിക്കുന്നു. 2 മാസ്റ്റേഴ്സ് വരുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പൂളിന്റെ അവിടെ നിന്ന് പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അവരുടെ കൂടെ അവര് നമ്മുടെ കൂടെ ഒന്ന് കളിക്കുന്നു തോന്നുന്നു ചിലപ്പോ. അല്ലെങ്കിൽ ഈ സൈഡ് വല്ലതും മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കുന്നു. ഏതൊരു സ്ഥലം ഫ്രീ അല്ലേ, നമുക്ക് ഏതാ നല്ലത്. അപ്പൊ എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. കല്യാണത്തിന് നമ്മൾ ഡാൻസ് പൊളിക്കുന്നു. ഇവളൊക്കെ മെയിൻ ഡാൻസറാ. നീ നാളെ ഞാൻ കേട്ടോ ഉണ്ടാവോ? നീ നാളെ തന്നെ എന്റെ കൂടെ പോരെ. ഓക്കെ, എന്നാ അവര് വന്നിട്ട് കാണാം. നമുക്ക് പതിയെ തുടങ്ങാം അല്ലേ? ഇവിടെ കറക്റ്റ് ഷാർപ്പ് 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് 4:58 ഞാൻ ഈ ഷാർപ്പ് ടൈമിലൊന്നും ഇവര് വരുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. ഞാൻ പോലും എത്തിയിട്ടില്ല ഇവിടെ. ഞാൻ 5 അവിടെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. 5:30 ആകുമ്പോ റെഡി ആവും അല്ലേടാ? യെസ്, അതെ, 5 മണിക്ക് ഞാൻ ഇറങ്ങുള്ളൂ. അത് കഴിഞ്ഞ് 5:30 ആകുമ്പോ എത്തും. കറങ്ങി പൂമണി എത്തി. പൂളിന്റെ സൈഡില് ഡാൻസ് മാസ്റ്റേഴ്സ് എല്ലാം ബ്ലാക്ക് ഡ്രസ്സിലേ വരുള്ളൂ. പൂമണി, നമ്മുടെ പൂമണി എത്തി. മെയിൻ മാസ്റ്റർ ഇത് കൊറിയോ മാസ്റ്റർ വരുന്നേ ഉള്ളൂ. ആള് വന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇപ്പൊ 3 പേരായി. ഇനി ബാക്കി ഇനി ഒരു 3 പേരും കൂടെ അല്ലേ വരുന്നുള്ളൂ. ജയന്തു, ശാലിനിയും പിള്ളേ, പിന്നെ സുമിത്ത് വരാൻ ലേറ്റ് ആവും പറഞ്ഞു. സുമിത്തിനെ കണ്ടായിരുന്നല്ലോ. കൺഫേം ചെയ്തിട്ട് ചേച്ചിക്കും പൂമണി അപ്പൊ പാട്ടൊക്കെ നോക്കിയോ? ചേച്ചി കളിക്കുന്നുണ്ടോ? അവൾ ആദ്യം സ്റ്റെപ്പ് കാണട്ടെ.
ആ ഏതെങ്കിലും ഒരു പാട്ട്. ഞാൻ കൊറേ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ചേച്ചി എന്തായാലും കയറണം. ഇത് ചേച്ചി ഇത് കാണുമ്പോ ചേച്ചി കാണുമ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ചേച്ചി എന്തായാലും കളിക്കാൻ കയറണം. ഭയങ്കര ഡാൻസറാ. ആണോ? എന്നാണ് നമ്മളെ വിചാരം. പാവം ചേച്ചി. ഓക്കെ, ചെറുതിനെ കൂടെ കളിപ്പിച്ചാലോ? നടുക്കിരുന്നിട്ട് അവൻ നല്ലോണം കളിക്കും തോന്നുന്നു. അവൻ ഡാൻസ് ഞാൻ വീഡിയോ എടുത്ത് അവൻ നല്ലോണം ഡാൻസ് കളിക്കും. ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. വുമണിയുടെ അടുത്ത് സംസാരിക്കുള്ളൂ. ഇവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. എവിടെയെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അവരും കൂടെ വന്നിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ തോന്നുന്നല്ലേ? അതെ, ആ പുല്ലിന്റെ അവിടെ. ഇവിടെ പിള്ളേര് നമ്മളെ കവർ ചെയ്തു. നമ്മൾ ക്ലാസിക്കൽ നമ്മളെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞൊക്കെ സംസാരിച്ച പിള്ളേർ ഞങ്ങളും കളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസ് പാട്ടിട്ട് തന്നെ കളിക്കുന്ന പറയുന്ന പിള്ളേർ. ഇപ്പൊ തോം 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 ഇത് മെയിൻ ക്ലാസിക്കൽ ഡാൻസറാണ്. ഇത് വെസ്റ്റേണാ പുള്ളി കളിക്കുന്നത്. ഈ വെസ്റ്റേൺ ഡാൻസർ വെസ്റ്റേൺ മൈക്കിൾ ജാക്സൺ സ്റ്റെപ്സ് ഒക്കെ കളിക്കുള്ളൂ ആള്. ഇത് നമ്മുടെ മെയിൻ ക്ലാസിക്കൽ പ്ലസ് വെസ്റ്റേൺ ഡാൻസറാണ്. അപ്പൊ നമ്മളെ പിള്ളേ എത്തിയിരിക്കുന്നു. എന്നാൽ നമുക്ക് തുടങ്ങാല്ലേ? ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതേ ശേഷമാ. ഓക്കെ ഇതുപോലത്തെ ടഫ് സ്റ്റെപ്പ് ഒന്നും എനിക്ക് പറ്റില്ല. അടിയാ പറ ഇങ്ങനെയാ പോയേണ്ടത്. പിന്നെ അത് നമ്മളെ ഡാൻസ് പ്രാക്ടീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേരൊക്കെ ഭയങ്കര ഓണാണ്. നമ്മുടെ പരിപാടി നമ്മുടെ ഡാൻസ് ഇപ്പൊ കളിച്ചിട്ടുണ്ടാവും. മുന്നേ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് കയറി വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കുറച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ കാണിക്കാം. ആരും അറിയാണ്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഒന്നുമില്ല ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നത് പറഞ്ഞാ ഞാൻ മെയിൻ നമ്മുടെ ജയന്തേട്ടനൊക്കെ ഡാൻസ് കളിക്ക് കാണിക്കുന്നത് എൻ്റെ ജീവിതത്തില് ആദ്യമായിട്ടാ. ഇത് കൈയും കാലും സെയിം ആണോ? കൈയും കാലും സെയിം അല്ല. പഠിച്ചോ? സ്റ്റെപ്പ് പഠിച്ചോ? ഏതാ? എല്ലാരും ഇപ്പൊ കോഴിയായിട്ടുണ്ട്. ഇത് കോഴിയായിട്ടുണ്ട് എല്ലാരും. കൊള്ളാം. സൂപ്പർ. ഇവന്റെ തന്നെ കോമഡി ഡാൻസ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് ഇവൻ പാട്ട് തപ്പുക. എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ. മെയിൻ ടീം ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആണോ? എന്നിട്ട് ബർത്ത്ഡേ ആണോ? നമ്മളോ സുമിത്തോട്ടം വന്നു. ഇനി ഇവിടെ പവറാണ് ഡാൻസ് അല്ലേ? ഹലോ, പഠിച്ചോ? വേറെ മൂഡില്ല. ഓക്കെ, ഇവരെ എക്സ്ട്രാ പേയ്മെന്റ് ആണ് പിടിക്ക് എക്സ്ട്രാ പേയ്മെന്റ് വേണേ. ഇത് നമ്മ ഒരു പാട്ട് പഠിച്ചിരിക്കുന്നു. ഇനി മനസ്സിലാവുള്ളൂ. നല്ല ചൂടാണ് ഇവിടെ. അയ്യോ, നമ്മള് ഇവിടുത്തെ നെല്ലിക്ക മരം ഉണ്ട്. അതിൽ നിന്ന് നെല്ലിക്ക പറിച്ചത് ഇവരെ നമുക്ക് ഞാൻ എത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇവര് പറിച്ചു. അതെന്താ എന്റെ അടുത്ത് കാണിച്ചേ? ഇപ്പൊ മാങ്ങ ഉറക്കാൻ പോവാൻ തോന്നുന്നു. ഞാൻ ഭയങ്കര സ്പീഡ് കേട്ടോ.
പോയി ആ നെല്ലിക്ക പറിച്ചേ. അങ്ങനെയും പോയിട്ട് അത് പറിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഇനി കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അടുത്ത 2-3 സോങ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്തിട്ട് ഫുള്ള് നമ്മൾ റെഡിയാക്കും. നമുക്ക് ഇനി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് സോങ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു പാട്ട് നമ്മൾ പഠിച്ചു. ഞങ്ങളെ കപ്പിൾ ഡാൻസ് പഠിച്ചു. ഇനി ബാക്കിയുള്ളത് ഇനി ഒരു ക്ലൈമാക്സ് സോങ് ഉണ്ട്. ക്ലൈമാക്സ് സ്കൂളിൽ വന്നാന്ന് തോന്നുന്നു. ക്ലൈമാക്സ് സോങ് ഉണ്ട്. ആ ക്ലൈമാക്സ് സോങ് കൂടെ പഠിച്ച് നമ്മൾ ക്ലൈമാക്സ് സോങ് നമ്മൾ 8-ാം തീയതി കല്യാണം 7-ാം തീയതി അല്ലേ പഠിക്കുന്നത്? ഓക്കെ, 7-ാം തീയതിയാണ് നമ്മൾ പഠിക്കുന്നത്. 8-ാം തീയതി രാവിലെ ആയിരിക്കും പഠിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അത് പഠിച്ചിട്ട് എങ്ങനെയും കളിച്ച് ഒപ്പിക്കും തോന്നുന്നു. ഓക്കെ, അപ്പൊ അതാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് സുമിത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവന്റെ ചെലവാണ്. അപ്പൊ അത് അപ്പൊ സുമിത്തിന്റെ ചെലവാണ്. നമ്മൾ പോയി ഫുഡ് കഴിക്കല്ലേ? സുമിത്തിന്റെ ചെലവാണ്. നമ്മൾ എവിടെയും എന്താ കഴിക്കുന്നത്? അവൻ എന്തൊക്കെ വാങ്ങിച്ചാലും നമ്മൾ കഴിക്കും. ഓക്കെ, നമ്മളിപ്പോ കൂടുതൽ ആട്ടണ്ട. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ നല്ല വിശന്ന് ഡാൻസ് കളിച്ച് മടുത്തു അല്ലേ? ഞാൻ മടുത്തിട്ടൊന്നുമില്ല. ഞാൻ മടുത്തു. ഞാൻ കൊറേ എനിക്കില്ലാത്തത് എല്ലാം മടുക്കാണ്ടിരിക്കുക. എന്താ ചെയ്യാനാ? ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് പുറത്ത് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാം. ഇന്ന് സുമിത്തിന്റെ ചെലവാന്നാ പറഞ്ഞത്. സോ അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന്റെ ചെലവാണ്. അപ്പൊ അത് നമുക്ക് അവനറിയാണ്ട് നമ്മൾ ഒരു കേക്കും കൂടെ അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്ത് കേക്ക് കട്ട് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ കേക്ക് ഉണ്ടോ? കേക്ക് ഉണ്ട്, പക്ഷേ ഓക്കെ, അതൊന്ന് നോക്കി നോർമൽ ബർത്ത്ഡേ കേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഈ ലൊക്കേഷനിലേക്ക് ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് ട്രഫിൾ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ഫുഡിന്റെ അവിടത്തേക്ക് ഓർഡർ ചെയ്ത് അതിൽ റൈറ്റിംഗ്സ് ഉണ്ടാവും. റൈറ്റിംഗ്സും കൂടെ ആഡ് ചെയ്തോട്ടോ, ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. കഴിച്ചിട്ട് കേക്ക് കട്ടിങ് കൂടെ സെറ്റ് ആക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇന്ന് നമ്മൾ റിവർ വ്യൂ ലെസ്ഡെയിനിലാണ് വന്നേക്കുന്നത്. ഇന്ന് ഫുൾ മൂന്ന്. എന്താ അതി ഒന്ന് കാണുന്നില്ല നിന്നെ? കാണരുത്. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ എത്തി. വാ, വിശക്കുന്നു. എന്തോ ഒരു മണം ഉണ്ടല്ലേ? എന്താ സുമിത്ത മെയിന് ട്രീറ്റ് തരേണ്ട ആള് ഇതുവരെ വന്നിട്ടില്ല. അവൻ ജയിലിൽ പോകുന്നുണ്ടോ? ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പോണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് പോയെന്ന്. മറ്റേ അവിടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് പോണം എന്ന് പറഞ്ഞ് പോയതാന്ന് തോന്നുന്നു. അവൻ വരട്ടെ. വരില്ല, അവൻ വരും. ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. രാത്രി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. എന്താ കഴിക്കാൻ പോകുന്നത്? വയറിൽ ഗ്യാസ് കയറി. എന്താ കഴിക്കാൻ പോകുന്നത്? എന്തെങ്കിലും കഴിക്കാം. നമുക്കിപ്പോ നല്ല ഹെവി വിശപ്പാകുമ്പം മന്തിയാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നല്ലേ? മന്തി വേണ്ട. അവിടെ പോവാന്ന് പറഞ്ഞേ. ഏത് അൽഷേബയോ? എനിക്ക് മടുത്ത അൽഷേബയിൽ പോട്ട്. ഇവിടെ നല്ല തണുപ്പാന്നാ പറഞ്ഞ. ഇവിടെ നല്ല വ്യൂ നോക്കി ഇരിക്കുന്ന. ഇപ്പറ ഇരുന്നാലോ? ശരി വാ. നല്ല വ്യൂ ഉള്ള സീറ്റ് പിടിച്ച് ഇരിക്കുക പിള്ളേര്. നല്ല താഴേക്കുള്ള വ്യൂ. ഓർഡർ ചെയ്തോ? എന്താ ഓർഡർ ചെയ്തേ? ഞാൻ പറഞ്ഞ ചെറിയൊരു ചൂടില്ലേ മണ്ട. അതാ പറഞ്ഞ താഴെ അവിടെ സ്ഥലമില്ല. എടുത്തോ. അതെല്ലാം വായിച്ചോളേക്ക് ഞാൻ വേറെ സ്റ്റാർട്ടർ അപ്പറ്റൈസർ അത് നീ പഠിക്കണ്ട. ഹെവി ഓർഡർ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്താ ഓർഡർ ചെയ്തത്? ബർത്ത്ഡേയുടെ ചെലവാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കില്ല, കാശൊന്നും നോക്കില്ല, ഫുൾ കളറാക്കും. ഇതെന്താ? ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഫിഷ്. ഇതാണ് ഹണി ഗ്ലേസ്ഡ് ഫിഷ്. ഈ ഫിഷിന് പേരെന്താ പറഞ്ഞായിരുന്നു ആള്? ബാസ എന്ന് പറഞ്ഞ ഒരു ഫിഷാണ്. നമ്മൾ 2 അപ്പറ്റൈസർ ഓർഡർ ചെയ്തു. പിന്നെ മെയിൻ കോഴ്സ് പൊട്ടറ്റോ ചീസ് ബോള മെയിൻ കോഴ്സ്, പിന്നെ നൂൽ പൊറോട്ടയും, പിന്നെ ഒരു വെറൈറ്റി ഒരു സാധനം ഓർഡർ ചെയ്തില്ലേ?
അതെന്താ? അപ്പം, മുട്ടപ്പം. മുട്ടയപ്പം. മുട്ടയപ്പം പൂമണിയാണ് ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മള്. നീ കഴിച്ചു നോക്കിയിട്ടില്ലേ? കഴിച്ചിട്ടില്ലേ? ബുൾസയല്ലേ ഇടുക? മുട്ടയപ്പത്തിൽ ബുൾസയാണ് ഇടുക. കഴിച്ചോ? നല്ലതാണോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ആ അതെ, ഇവന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. അത് നീ മാത്രം എടുത്ത് കഴിക്കുന്നേ, എന്നെ വിട്ടിട്ട് എല്ലാം എടുത്ത് കഴിക്കാം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അടി ഉണ്ടാക്കല്ലേ? ഇതാണ് ആ ഫിഷ്. മോമോസ് പോലെ ഉണ്ട്. യെസ്, മോമോസ് പോലെ അല്ലല്ല, കഴിച്ചു വരുമ്പോ ഒരു ഫിഷിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഫിഷാന്ന് തോന്നില്ലല്ലേ? ഫിഷിന്റെ ആദ്യത്തെ ടേസ്റ്റ് മോമോസിന്റെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ഫിഷിന്റേതായിട്ടുള്ള ടേസ്റ്റ് ഇല്ല, പക്ഷെ മൊത്തത്തിൽ ടേസ്റ്റ് ഉണ്ട്. പൊട്ടറ്റോ ചീസ് ബോൾ. ചീസ് അതിന്റെ അകത്തുണ്ടാവോ? വായിലിടുമ്പോ ചീസ് വരുമോ? എടാ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആംബിയൻസിന്റെ അവിടെ നിന്ന് ഒരു സാധനം കഴിച്ചു. ഷവർമ ബ്ലാസ്റ്റാ, ഷവർമ ബൈറ്റ്സാ, ഷവർമ ഇതേപോലത്തെ ഒരു ഉണ്ടോ ഇങ്ങനത്തെ ഷവർമ ബൈറ്റ് എന്തോ ഒരു സാധനം. അത് നല്ല രസമുണ്ടാ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഷവർമ ബൈറ്റ് ആംബിയൻസിന്റെ അടുത്തുള്ള ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അതിന്റെ ഫുഡിന് ഷവർമ ബൈറ്റ് എന്തോ ഒരു സാധനം, ക്രാക്കർ പോലെ എന്തോ പൊട്ടുന്ന പോലെ കഴിക്കുമ്പോ ഇല്ലേ ചെറിയ ഉണ്ടയാ, ചെറിയ ഉണ്ട് ഇങ്ങനത്തെ ഷവർമയുടെ ഉണ്ടാ. പാനിപ്പൂരിന്റെ അകത്ത് ഷവർമ ഫില്ല് ചെയ്തിട്ട് അത് കടിക്കുമ്പോ ആ പൊട്ടുന്ന ഒരു ഇതില്ലേ, ആ ഫീലും ഷവർമ പെട്ടെന്ന് അതിനകത്ത് മയോ പുറത്തേക്ക് വരും. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആഡ് ഒന്നും അല്ല, നമ്മുടെ ഞാൻ കഴിച്ച ഒരു സാധനം നല്ല പൊട്ടറ്റോ ചീസ് ബോൾ. ഞാൻ വട്ടയപ്പം മാത്രം കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാ ഞാൻ മുട്ടയപ്പം കേൾക്കുന്നത്. ഞാൻ മുട്ടയപ്പം. ഓ ബുൾസയാ, ബുൾസെ പോലത്തെ കുറെ ഉണ്ട്. ദിസ് ഇസ് വയനാടൻ ചിക്കൻ കറി, വയനാട് ഇൻ കൊച്ചി. ഓ ദിസ് ഇസ് നൂൽ പൊറോട്ട. ഇതെന്താ വരാത്ത? മുട്ടയപ്പം ആദ്യം കഴിച്ചു നോക്കാം അല്ലേ? മുട്ട പൊട്ടല്ലേ? മുട്ട പൊട്ടിയ ആളെടുക്കണം. മുട്ട പൊട്ടിയ ഓ ഇതാണ് ഇതിന്റെ എക്സാക്ട് ലുക്ക്. മുട്ട ഒരു ബുൾസയാണ് ഇതിന്റെ മുകളിൽ. അതെങ്ങനെയായിരിക്കും ഇത് സെറ്റ് ചെയ്തത്? മുട്ടയാക്കാ. ഇവര് റെഡിയായി ചിക്കൻ പീസൊക്കെ എടുത്തിട്ടിട്ട് അല്ലേ? നമുക്കോ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് മുട്ടയപ്പം വരുന്നുണ്ട്. ഞാൻ എനിക്കൊരു മുട്ടയപ്പം എടുത്ത് വെക്കും. അതാ ഇതാണ് മുട്ടയപ്പം. ലുക്കിംഗ് നൈസ്. മുട്ടയപ്പം വയനാടൻ ചിക്കനും കഴിച്ചു നോക്കാം. എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇതിന്റെ ഫീല് കിട്ടൂല, മുട്ട എടുത്താലേ അതിന്റെ ഫീല് കിട്ടൂ. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു മുട്ടയപ്പം? മുട്ടയപ്പം നല്ലായിരുന്നു, പക്ഷെ എനിക്ക് മൊത്തത്തില് വായിൽ കുത്തി കയറ്റാൻ പറ്റില്ല. ബുൾസൈ കട്ടായി കഴിച്ചത്. ഒരു വെറൈറ്റി സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ കഴിക്കേണ്ടി വന്നു. അതല്ലേ മോസ്റ്റ് റെക്കമെൻഡഡ് എന്താടാ? നാളെ രാവിലത്തെ മുട്ടയപ്പം ഈസ് മോസ്റ്റ് റെക്കമെൻഡഡ് സാധനം ഇൻ റിവർ വ്യൂ. കഴിച്ച് ഇവിടുന്ന് ഇറങ്ങുന്ന ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട്, അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം അതിൻ്റെ ചെയ്യാം. അത് അറിയണമെന്ന് സെറ്റ് ചെയ്യാം. നമ്മള് ഏതാ വാങ്ങിയത്? ഇൻസ്റ്റാമാർട്ടിലല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ അതിന്റെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ നോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. സ്വിഗ്ഗിയാണോ? സ്വിഗ്ഗിയാ, ഓക്കെ. സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, നമ്മളൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിക്കുന്നത്. പക്ഷെ ജയന്ത് വിളിച്ചിട്ട് വരാൻ പോയിട്ടുണ്ട്, പക്ഷെ എന്താവും അറിയില്ല. അങ്ങനെ ജയന്തിനെ കൂട്ടിട്ട് സർപ്രൈസ്. ഇതോടെ കണ്ടിട്ടോടാ എന്ത് ചെയ്യാവേ? വരുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന പോലെ നിക്കാം, ഫോട്ടോ എടുക്കുന്ന പോലെ. അപ്പൊ അവൻ വന്നുമ്പോ നമ്മ ഇങ്ങനെ മാറി കൊടുത്താ പോരാ. ഇവിടുന്ന് വരുമ്പോ കാണൂടാ. ഓക്കെ, ഞങ്ങള് സർപ്രൈസ് ഇപ്പൊ പൊളിക്കാൻ പോകുന്നു. കുറച്ചു നേരം അതാ വന്നു അവൻ.
നമ്മളെ ബർത്ത്ഡേ ബോയ് വരുന്നുണ്ടേ. ഇവിടെ വന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ അവനറിയാം. അതെ അതെ, എടുക്കാം, വേഗം വാ. കണ്ടുപിടിച്ചാ എന്താ എന്റെ എടാ എത്ര കഷ്ടപ്പെട്ട് ഈ പരിപാടി ഒപ്പിച്ചതറിയാം. നീ കാണാം. വാവ് വാവ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ല, നമ്മ എഴുതാൻ കൊടുത്ത റൈറ്റിംഗ്സ് നമുക്ക് കിട്ടിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു നമുക്ക് ക്യാൻഡിലൊന്നും കിട്ടിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ സുമിതേട്ടൻ. ജയന്തിന് കൊടുക്ക, തലമൂത്ത ജയന്ത് ഫാമിലി. ഇവര് വേണ്ടി കെട്ടിപ്പിടിച്ച ഡാൻസ് കളിച്ചല്ലേ. ഞാനല്ല നിന്റെ ഹാപ്പി ബർത്ത്ഡേ. ലാസ്റ്റ് ഫണ്ടക്കി സ്പോൺസേർഡ് കേക്ക് കട്ടിംഗ് വിത്ത് സർപ്രൈസ്. ഭയങ്കര സർപ്രൈസ്. അതെ, സർപ്രൈസ്. അങ്ങനത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചത്ര സുമിത്തിനെ മുടിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ച് നെക്സ്റ്റ് ടൈം ഒരു 3000 രൂപയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയും പേർക്ക് കൂടി പല പല ഡയറ്റിലായതുകൊണ്ട് നമുക്ക് ഇത്രയും പറ്റിയുള്ളൂ. എരിഞ്ഞു കാശെടുത്ത്. അപ്പൊ നമ്മുടെ ഡാൻസ് പ്രാക്ടീസും ഫുഡും ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞു. പ്രാക്ടീസ്. ഇനി കല്യാണത്തിന് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ കല്യാണത്തിന് മുമ്പുള്ള ലാസ്റ്റ് വ്ളോഗ്. ഇനി കല്യാണത്തിന് വ്ളോഗ് ചിലപ്പോൾ എടുക്കും. അത് കഴിഞ്ഞിട്ടില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ടായിരിക്കും ഇനി വ്ളോഗ് ചെയ്ത്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ബൈ ഗൈസ്. ബൈ.